Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Okay, ഇന്ന് prayer ആരാണ്? ഞാൻ പാടാം മാം, എനിക്ക് ശരിക്കും ഹൃദയരാഗതന്ത്രിമീ സ്നേഹഗീതമീ കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ ഇന്നു വാഴ്ത്തിടാം ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമീ കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകി നമ്മിൽ ഇന്നു വാഴ്ത്തിടാം ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളെ ചൂടുവയ്ക്കുമീ കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ അമ്മ പോലും അമൃതമാകണേ പൂർണ്ണ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗതന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ ഇന്നു വാഴ്ത്തിടാം. താങ്ക് യു മാം. ആരാണ് പാടിയത്? ശരണ്യോ? ശരണ്യ. ഞങ്ങളുടെ ക്ലാസ് ഞാൻ കുറച്ചുകൂടി ഒച്ചത്തിൽ പാടിയതാണെങ്കിലേ കേട്ടില്ല ശരിക്കും പറഞ്ഞ. നല്ല നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേൾക്കാൻ അങ്ങനെ പറ്റുന്നില്ല. സൗണ്ട് വളരെ കുറഞ്ഞു പോയി. ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, നന്നായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ എനിക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നി. നന്നായിരുന്നു കേട്ടോ. എന്റെ സ്കൂളിലെ പ്രയർ സോങ് ഇതായിരുന്നു. Just go back to that place. ഞാൻ മലയാളം പ്രയർ സോങ് ആദ്യമായിട്ടാ പാടുന്നത്, അപ്പൊ അതിന്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട് മാം. കുഴപ്പമില്ല, നല്ലായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു, അടിപൊളി. ഇനി കോഴ്സ് ഓഫ് ദ ഡേ ആരാ പറയണേ? പറയാം. Dream, dream, dream. Dreams transform into thoughts and thoughts result in action. APJ Abdul Kalam. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ തന്നിട്ടുണ്ടോ? കുറെ ദിവസമായിട്ട് കാണാത്തോണ്ട് ചോദിച്ചതാ. ആക്ടിവിറ്റി ആയിട്ടൊന്നും തന്നിട്ടില്ലായിരുന്നു. ടീച്ചർ ഒന്നുണ്ടായിരുന്നില്ലേ? എന്നിട്ട് പിന്നെ വേറെ ടീച്ചറെ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉണ്ടായിരുന്നില്ല അല്ലെ? ഞാൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മള് എവിടെ വെച്ച് എടുത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഇൻസൈഡ് സ്കൂൾ ആൻഡ് ഔട്ട്സൈഡ് സ്കൂൾ പറഞ്ഞോ എന്തൊക്കെ കാര്യങ്ങളാണ്? അത് പറഞ്ഞു. റോൾ ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഇതല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ?
അതെ. അതെ. സ്കൂളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് കുട്ടികളെ നമുക്ക് എന്താ പറയാ ചെറിയ പ്രായത്തിൽ തന്നെയാണ് നമുക്ക് കുട്ടികളെ കിട്ടുന്നത്. അപ്പൊ അവരിലെ ചെറുപ്പത്തിലെ നല്ല ഗുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പേജ് നമ്പർ 7 ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. 7. അപ്പൊ നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? സ്കൂളുകൾക്ക് പറ്റും. അതേപോലെ അവർ പേഴ്സണലി ഹൈജീനിക് ആണോ, നീറ്റ്നെസ് ഉണ്ടോ, ക്ലീൻനെസ് ഉണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ആർക്ക് പറ്റും? സ്കൂളുകൾക്ക് പറ്റും. അതുകൊണ്ടാണ് അവര് നെയിലൊക്കെ കട്ട് ചെയ്ത് വരണം, ഹെയർ ഒക്കെ കോംബ് ചെയ്ത് വരണം, 2 സൈഡ്സ് പിൻ ചെയ്ത് വരണം എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ നമുക്ക് ഇന്റർവെൽസ് തരാറുണ്ട്. ടോയ്ലറ്റ് പോകാനായിട്ടുള്ള ഇന്റർവെൽസ്, ടോയ്ലറ്റ് ഹാബിറ്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഗുലർ ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ എന്താണ് കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് കളിക്കാനും ജേർണി പോവാനും ഒക്കെ ഉള്ളൊരു അവസരം നമുക്ക് സ്കൂളുകളിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് സ്കൂളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഹെൽത്തി ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ ഏകദേശം ഭൂരിഭാഗം സ്കൂളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇനിഷ്യേറ്റീവ്സ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ ഹാബിറ്റ്സ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, യൂസിങ് പബ്ലിക് പ്ലേസ്, അതെല്ലാം അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് പഠിക്കുന്നുണ്ട് ഇല്ലേ? സ്കൂളുകളിൽ നിന്നാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഈ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഹാബിറ്റ്സും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ആ സ്കൂളുകളിലേക്ക് ചെന്നു, അല്ലെങ്കിൽ എന്റെ സ്കൂളിലേക്ക് എത്തിയെന്ന് തോന്നി. കാരണം നമ്മൾ ആ ചെറുപ്പത്തിൽ എപ്പോഴോ കേട്ട പാട്ടാണ്, മറന്നു പോയിട്ടുണ്ടാവും. ഇതുവരെയും എന്തൊരു വർഷമായി, ഇതുവരെയും പിന്നെ അത് പാടിയിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ മൈൻഡിൽ അത് എന്ത് ചെയ്തിരിക്കണം, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഒരു സോങ് കേട്ടപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി ആ ലൈനൊക്കെ ഓർമ്മ വന്നു. അതേപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ ശീലിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ലൈഫ് ലോങ് അത് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തോളും. നോക്കാം കേട്ടോ. ദ റോൾ ഓഫ് സ്കൂൾസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സ്കൂളുകൾക്ക് എന്തെല്ലാം റോള് വഹിക്കാം? School have a vital role to play in developing health awareness among the children. കുട്ടികളുടെ ഇടയിൽ നല്ല ഒരു ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊണ്ടുവരാനായിട്ട് ആർക്ക് പറ്റും? സ്കൂളുകൾക്ക് പറ്റും. This sense of hygienic or well-being should be last to the whole life of the individual. അങ്ങനെ നമ്മുടെ സ്കൂളുകളിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ഹൈജീനിക് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. പഠിച്ചു വരാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹോൾ ലൈഫിൽ അതെന്ത് ചെയ്തോളും, ഫോളോ ചെയ്തോളും. Schools should assert on cleanliness, neatness along with a sense of hygienic. അപ്പൊ സ്കൂളുകളിൽ നിന്ന് നമ്മൾ ക്ലീൻനെസ്സും നീറ്റ്നെസ് ഒക്കെ പഠിച്ചു വരുന്നുണ്ട്. അവിടെ along with the sense of hygienic, എങ്ങനെയാണ് ഒരു വ്യക്തി ഹൈജീനിക് ആയിട്ട് ഇരിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ എവിടെ നിന്ന് പഠിക്കേണ്ടത്? സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടത്. നമ്മള് ചെറുപ്പത്തിലൊക്കെ യൂണിഫോമിലൊക്കെ കറയെ അല്ലെങ്കിൽ അടുത്തൊക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർമാർ വന്ന് വഴക്ക് പറയാൻ കൂടിയായിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? നമ്മൾ നീറ്റ് ക്ലീനും ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ വഴക്ക് പറയുന്നത്. അപ്പൊ നമ്മുടെ ഹൈജീനിക് സെൻസ് ഓഫ് ഹൈജീനിക് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. എല്ലാവരും ഈ സ്കൂളിൽ പോകുന്നത് ഒരുപാട് പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ചു ഭയങ്കര വലിയ പോസ്റ്റ് ഒക്കെ കിട്ടും എന്ന് മാത്രമല്ല, ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിലേക്ക് പോകണം. നമുക്ക് കുറച്ച് എന്താ പറയാ, ആ പഠിക്കുക, മാർക്ക് വാങ്ങിക്കുക, അത് മാത്രമല്ല, അതിലപ്പുറം എന്തൊക്കെയോ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോയി പഠിച്ച് അതിനൊരു ഏജ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ പാസ് ഔട്ട് ആയിരിക്കുമ്പോ നമുക്ക് ചിലപ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മുടെ കയ്യില്. അത് കൂടാണ്ട് നമുക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, ഏജ് ആയിട്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കാൻ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. എങ്ങനെ നേരത്തെ എത്തണം, ടൈമിങ് ഇമ്പോർട്ടന്റ് അല്ലേ? കറക്റ്റ് ടൈമിൽ എത്തണം. നമ്മൾ സ്കൂളിൽ ബെല്ലടിക്കുന്നതിന് മുമ്പ് എത്തണം. എന്തിനാത്? ചെറുപ്പത്തിലെ ശീലിപ്പിക്കുകയാണ്. കറക്റ്റ് ടൈമിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എത്തണം എന്നുള്ളത് ചെറുപ്പത്തിലെ നമ്മളത് ട്രെയിൻ ചെയ്യണം. അതേപോലെ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് വേണം നമ്മൾ എവിടേക്ക് വരാനായിട്ട്, സ്കൂളുകളിലേക്ക് വരാമെന്ന് ശീലിപ്പിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാ? നമ്മളൊരു എന്താ പറയുക, ബെറ്റർ പേഴ്സണിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഒരു ബെറ്റർ ഇൻഡിവിജ്വലിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ സ്കൂളുകൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നല്ല വ്യക്തികളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. The school should help to develop essential habits of health. They include സ്കൂളിൽ എന്തെല്ലാം എസെൻഷ്യൽ ഹാബിറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്യുന്ന നോക്കാം. വാഷിംഗ് ഹാൻഡ്സ്, മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. അവിടെ ആ ഫുഡ് എന്നുള്ള വേണ്ടില്ല കേട്ടോ, അത് ആഡ് ചെയ്തേക്ക്. വാഷ് ചെയ്യണം, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നമ്മുടെ കൈയ്യൊക്കെ വാഷ് ചെയ്യണം. Keep personal hygiene by maintaining neatness and cleanness.
നമ്മൾ നീറ്റ്നെസ്സും ക്ലീൻനെസ്സും മെയിൻറ്റെയിൻ ചെയ്യണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഴ്സണൽ ഹൈജീനൊക്കെ കൈവരിക്കാനായിട്ട് പറ്റും. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, നമുക്ക് ഇന്റർവെൽസ് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് 2 ഇന്റർവെൽസ് 3 ഉണ്ടെന്ന് തോന്നിട്ടുണ്ട് സ്കൂളുകളിൽ. 3 times ഇന്റർവെൽസ് ഉണ്ട്. ഫസ്റ്റ് ബ്രേക്ക്, സെക്കൻഡ് ബ്രേക്ക്, തേർഡ് ബ്രേക്ക്, അങ്ങനെ ഉണ്ടോ. അപ്പൊ ആ ടൈമിലൊക്കെ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടൈമാണ്. ടോയ്ലറ്റിൽ പോവാം. അപ്പൊ റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബ്രഷിംഗ് ദ ടീത്ത് ട്വൈസ് എ ഡേ, 2 നേരം എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. യൂസിങ് ദ ടോയ്ലറ്റ് പ്രോപ്പർലി, നമ്മൾ ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം. വാഷിംഗ് വൺ സെൽഫ് whenever necessary, especially after the play and journey. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയതിനു ശേഷമോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ മേത്തൊക്കെ എന്തുണ്ടാവും? പൊടിപടലങ്ങളും അഴുക്കുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയണം. Also developing these habits, the school must take care in providing children with healthy balanced food. നമ്മൾ ഈ എല്ലാ ഹാബിറ്റ്സും ഫോളോ ചെയ്യണം. അത് കൂടാണ്ട് ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് എവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന? സ്കൂളുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പിംഗ് സോഷ്യൽ ഹാബിറ്റ്സ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, യൂസിങ് പബ്ലിക് പ്ലേസ്. അപ്പൊ ഈ ചെറിയ സോഷ്യൽ ഹാബിറ്റ്സുകൾ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അതേപോലെ വെള്ളം എന്തോരം ടൈംസ് കുടിക്കണം, പബ്ലിക് പ്ലേസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഒരു നല്ല ഐഡിയാസ് കിട്ടും. ഇനി വേരിയസ് ഏജൻസി ഫോർ പ്രൊവൈഡിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മളെ സംബന്ധിച്ചിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജൻസീസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏജൻസീസ് ആരൊക്കെയാണെന്ന് പറയുന്നത്? ഫസ്റ്റ് ബുക്സ്. ബുക്സിനെ കുറിച്ച് അല്ലാത്തൊരു രീതി പറയുകയാണെങ്കിൽ എന്താണ്? ഭാവനയുടെ ഒരു ലോകമാണ് നമുക്ക് ബുക്കുകൾ തുറന്നിട്ടത്. എപ്പോഴെങ്കിലും ഒരു കഥയോ കവിതയോ വായിക്കാത്ത ആരാണുള്ളത്? എപ്പോഴെങ്കിലും നമ്മളൊരു ബുക്ക് വായിച്ചിട്ടുണ്ടാവും. ആ ബുക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എന്താ പറയാ, നമ്മളിപ്പോ ഈ ഫോണിലൊക്കെ നോക്കിയിരിക്കൂലേ, ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന അനുഭൂതി ഒന്നും ശരിക്കൊരു എന്താ പറയാ, ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷന്റെ അടുത്ത് വരെ എത്തില്ല. നിങ്ങൾ എപ്പോഴാ ഒരു ലാസ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ളത്? അടുത്തെങ്ങാനും വായിച്ചിട്ടുണ്ടോ? ലാസ്റ്റ് വായിച്ച സ്റ്റോറി ബുക്കുകൾ വായിക്കാറുണ്ട്. സ്റ്റോറി ബുക്സ് അടുത്ത് ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഉണ്ട്. സുധാമൂർത്തിയുടെ സ്റ്റോറീസ് വായിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ വായിച്ചതിൽ വെച്ച്? ബാല്യകാലസഖിയാണ് ഏറ്റവും ഇഷ്ടം. അത് കുറെ കാലങ്ങൾ പണ്ട് വായിച്ചുള്ളതാ. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ബുക്സ് തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക എനർജി അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക അനുഭവമാണ്. എനിക്ക് അത്യാവശ്യം ബുക്കുകളൊക്കെ വായിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇപ്പൊ കുറെ നാളായിട്ട് ബുക്കുകളൊന്നും വായിച്ചിട്ടില്ല. ലാസ്റ്റ് വായിച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നോവലാണ്, ന്യൂറോ സൈക്കോളജി എന്ന് പറഞ്ഞൊരു നോവലാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ബുക്ക് വായിക്കാനായിട്ട് എനിക്കൊരു ടൈം വേണം. ചില ബുക്കുകൾ ഞാൻ ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് അത് വായിച്ചു തീർക്കും. പക്ഷെ എനിക്കിപ്പോ ആ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ ബുക്ക് വായിക്കാനായിട്ട് കുറച്ച് പുറകിലോട്ടാണ്. എന്നാൽ പോലും ആ ബുക്കുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ബുക്കുകളൊക്കെ എടുക്കുക, ലൈബ്രറി ഒക്കെ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ബുക്കൊക്കെ കളക്ട് ചെയ്ത് അതൊക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഈ ബുക്കുകളിലൂടെ ഒരുപാട് എന്ത് കിട്ടുന്നുണ്ട്? അറിവ് പകർന്നു കിട്ടുന്നുണ്ട്. നമുക്ക് മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തില് ബുക്കുകളായിരുന്നു ലോകം എന്ന് പറയാം. കാരണം നമ്മളൊന്നും ഫോൺ കണ്ടിട്ടില്ല, ഫോൺ യൂസ് ചെയ്തിട്ടില്ല, ഫോണിനെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇന്റർനെറ്റ് എന്താന്ന് പോലും അറിയാത്ത ഒരു കുട്ടിക്കാലം ഉണ്ട് നമ്മുടെയൊക്കെ, അല്ലെ? പക്ഷെ ബുക്ക് അന്ന് ലൈബ്രറി, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ലൈബ്രറി ഉണ്ട്. സോ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡേ ലോങ് ഇന്റർവെല്ലാണ്, 2 hours ഉണ്ട്. ആ ടൈമിൽ പോയിട്ട് ബുക്ക് വായിക്കും, ബുക്ക് വായിക്കും. എന്നിട്ട് അത് ബുക്ക് കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് അവിടെ നിന്ന് വായിക്കാൻ നല്ല രസമാണ്. ഇത്രയും മരങ്ങളൊക്കെ കൂടി നിന്ന് അങ്ങനെ ഒരു ലൈബ്രറിയുടെ അകത്ത് ഉണ്ടെന്ന് തന്നെ തോന്നില്ല. അത്രയും ഒരു നല്ല പ്ലേസ് ആണ്. നല്ലൊരു എന്താ പറയാ, നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഒരു നല്ല നിറച്ചു മരങ്ങളാണ്. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് അതിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് തന്നെ തോന്നില്ല. പക്ഷെ നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ട് വായിക്കാനായിട്ട്. പക്ഷെ വലുതായതിനു ശേഷം ഞാൻ അത്ര അങ്ങോട്ട് അവിടെ ലൈബ്രറിയിൽ പോയി വായിക്കാറില്ല. ഞാൻ ബുക്ക് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ബുക്ക് സ്റ്റോളിൽ പോയിട്ട് ഇഷ്ടമുള്ള ബുക്സ് നോക്കി അത് സെലക്ട് ചെയ്ത് വായിക്കലാണ്. ഞാൻ ചെറുപ്പത്തിൽ വായിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആടുജീവിതമാണ്.
പിന്നെ എന്റെ കഥയൊക്കെ വായിച്ചിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്കും ആടുജീവിതത്തിൽ അത്രയും ഇഷ്ടം തോന്നിയൊരു പുതിയ ബുക്ക് വായിച്ചിട്ടുള്ള ബുക്കിൽ അങ്ങനെ ഇല്ല. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ബുക്കുകൾ കുട്ടികളിൽ ഇമാജിനേഷൻ പവർ കൂട്ടുന്നുണ്ട് ഇല്ലേ? അവർക്ക് എന്താ പറയുക, ഒരുപാട് ഇമാജിനേഷൻസ് ഒക്കെ അതിൽ കൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷനും അതേപോലെ എന്ത് എഡ്യൂക്കേഷൻ ആകട്ടെ ബുക്കുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭാവനയുടെ പുതിയ ലോകം നമുക്ക് മുമ്പിലേക്ക് എടുത്തു വെക്കാനായിട്ട് ആർക്ക് പറ്റും? ഈ ബുക്കുകൾക്ക് പറ്റും. അപ്പൊ നമുക്ക് അറിവുകൾ കുറേ കിട്ടുന്നത് ഏതിനാണ്? ബുക്സാണ്. അതേപോലെ ചാർട്ട്, പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീനിക് സിറ്റുവേഷൻ. എങ്ങനെയൊക്കെയാണ് പ്രോപ്പർ ആയിട്ട് ഹൈജീനിക് സിറ്റുവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ചാർട്ടും പോസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് ഒരു സ്കൂളിൽ അത് പ്ലേസ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും. ചാർട്ട് ഇൻക്ലൂഡിങ് റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്. എങ്ങനെയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചാർട്ട്. അതേപോലെ ഫീച്ചർ ഫിലിംസ്, അതേപോലെ റേഡിയോ പ്രോഗ്രാംസുകൾ, ആരോഗ്യം നല്ല അങ്ങനെ എനിക്ക് തോന്നുന്നു റേഡിയോയിൽ പ്രോഗ്രാംസ് ഉണ്ട്. ആരോഗ്യം രാവിലെ തോന്നുന്നു മോർണിംഗ് സെഷനിൽ ഉണ്ടാകുന്ന ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ കേൾക്കാറുണ്ടോ? ഓക്കെ, മുമ്പ് കേട്ടിട്ടുണ്ട്, ഇപ്പോഴൊന്നും കേൾക്കാറില്ല. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ആരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അറിവുകൾ കിട്ടിയത് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അറിവുകൾ കിട്ടിയത്. സോ ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, ചാർട്ട് പോസ്റ്റേഴ്സ് ഒക്കെ. ഞാനൊരു ആക്ടിവിറ്റി തരട്ടെ നിങ്ങൾക്ക്? ഒരു ആക്ടിവിറ്റി തരട്ടെ? ചാർട്ടും പോസ്റ്റേഴ്സിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഷോയിങ് പ്രോപ്പർ ഹൈജീനിക് സിറ്റുവേഷൻ. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ചാർട്ട് പ്രിപ്പയർ ചെയ്യും. ചാർട്ടും പോസ്റ്റേഴ്സ് ഇമേജ് ഒക്കെ പേസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ചാർട്ടും പോസ്റ്റേഴ്സും എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? ചെയ്യാലോ എല്ലാവർക്കും? എന്താണ് മനസ്സിലായില്ല, നോട്ട് പറയാം. The chart and the posters showing proper hygienic situation. Prepare the chart and the posters showing proper hygienic situation. പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് സിറ്റുവേഷൻ കാണിക്കുന്ന രീതിയിലുള്ള ചാർട്ട് അതേപോലെ തന്നെ പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ സാധാരണയായിട്ട് ഭാഷ ചെയ്യണത് ബാത്ത് ചെയ്യണത് പോസ്റ്റേഴ്സ് ഷോയിങ് പ്രോപ്പർ ഹൈജീൻ സിറ്റുവേഷൻ. അതെ, നമ്മൾ പഠിക്കുന്ന പോർഷനിൽ തന്നെ ഉണ്ട് അത്. ഓക്കെ, പിക്ചർ വരയ്ക്കലാണോ അതോ ഒട്ടിക്കലാണോ? പേസ്റ്റ് ചെയ്താലും മതി. വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ വരയ്ക്കണം നല്ലതായിരിക്കും. ചാർട്ടിലാണോ ടീച്ചറെ? ചാർട്ടിലേട്ടാ. വലിയ സൈസാണോ ഉദ്ദേശിച്ചത്? A4 ഷീറ്റോ അതോ അതിനെ വെച്ച് വലിയ സൈസോ? വലിയ സൈസ് കിട്ടോ? അവൈലബിൾ ആണ് എല്ലാവരുടെ അടുത്തും. അല്ല, വരയ്ക്കുകയാണെന്ന് പറഞ്ഞാല് ചാർട്ടിൽ വലിയ ചാർട്ടിലാണോ വരയ്ക്കേണ്ടത് ചേച്ചി? എന്റെ അഭിപ്രായത്തിൽ വലിയ ചാർട്ടിലത് വരയ്ക്കുന്നതല്ല, പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ലത്. മിസ് എന്ത് വരയ്ക്കാനാ പറഞ്ഞത്? എന്ത് വരയ്ക്കാനാ പറഞ്ഞത്? എടാ അതിലെ ചാർട്ട് ആൻഡ് പോസ്റ്റേഴ്സ് ഷോയിങ് ഹൈജീനിക് സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ള ഹൈജീൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചാർട്ടാണ്. ചിലപ്പോ ബാത്തിങ് കാണിക്കാൻ വിചാരിക്കും. ബാത്തിങ് ടോയ്സ് ഡേ എന്ന് കാണിക്കുകയാണെങ്കിൽ ഒരു കുട്ടി കുളിക്കുന്നതിന്റെ ഒരു ഇമേജ് കാണിക്കാം. ബ്രഷിങ് ടോയ്സ് ഡേ എന്ന് പറയുമ്പോ ഒരു കുട്ടി എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യുന്നതിന്റെ ഇമേജ് കാണിക്കുക. പിന്നെ അങ്ങനെ ഓരോന്നും ഹെൽത്ത്. ഇത് എഴുതും, ഇത് എഴുതുമാണോ അതോ ജസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതുമാണല്ലോ? അതിനടിയിൽ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് അത് വായിക്കുകയും ചെയ്യാലോ. ഇമേജ് കാണുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാൻ പറ്റും. മിസ്സേ, ഇത് പിക്ചർ ഒട്ടിക്കുവാണോ അതോ വരയ്ക്കുവാണോ ചെയ്യണ്ടേ? നിങ്ങളുടെ ഇഷ്ടം പോലെ പിക്ചർ ഒട്ടിക്കുന്നവർക്ക് ഒട്ടിക്കാം, പേസ്റ്റ് കൊളാഷ് ടൈപ്പ് ആണോ മിസ്സേ? കൊളാഷ് ടൈപ്പ്. നല്ല ഭംഗിയിൽ ബോർഡർ ഒക്കെ കൊടുത്ത് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്തു. ഓക്കെ, മാർക്ക് തരുമോ ടീച്ചറെ? എന്നാ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഉണ്ട്, പേടിക്കണ്ട. ഈ ചെയ്യണേനും പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ മാർക്ക് ഉണ്ട്. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ. അതിന്റെ തീം എന്താന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ മിസ്സേ? അതായത്
എന്താണ്? എന്തിനെ കുറിച്ച് ഇപ്പൊ ബാത്തിങ്ങിനെ പറ്റി മാം ഹൈജീനിക് പറഞ്ഞു. എന്ന് അതുപോലെ പറയുമ്പോ എന്ത് നമുക്ക് വേണമെങ്കിലും ആകാലോ. ഹൈജീൻ ആ, വെച്ചിട്ടുള്ള ഏതാണ് തീമാണ്. നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. ഹൈജീൻ ആണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ ഹൈജീനിൽ എന്ത് വിട്ടാലും കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഷോ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനത്തെ ഒരു ചാർട്ടർ പ്രിപ്പയർ ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റർ മതി. കാരണം നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാനാണ്. നമ്മൾ അതിനെ വിചാരിച്ച് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പഠിപ്പിക്കാൻ പോണ സ്കൂളിൽ കുട്ടികളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭാഷയും ഇമേജ് കൊടുക്കുക. രണ്ട് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? ഭാഷ ചെയ്യണം. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന രീതി പറഞ്ഞതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, കേട്ടല്ല? ഓക്കെ ഓക്കെ. Okay. When it comes to the level of small children, they learn many things by role modeling. നമ്മൾ കുട്ടികളുടെ കാര്യത്തിലാണെന്ന് വിചാരിക്കും. നമ്മൾ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ബുക്സ് ഒക്കെ വായിച്ച് അറിവുകളൊക്കെ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ അതൊക്കെ വായിക്കാം. പോസ്റ്ററും ചാർട്ടൊക്കെ കാണിച്ച് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യണം. കുട്ടികൾ നമ്മളെ ഭൂരിഭാഗം കുട്ടികളും പാരന്റ്സിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ ശീലിക്കാം. രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോ തന്നെ കുട്ടീനെ നമ്മൾ ബ്രഷ് ചെയ്യാം. കുട്ടി ഓട്ടോമാറ്റിക്കലി 1-2 ദിവസം കുട്ടി എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യുമ്പോ നമ്മുടെ കൂടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസം മുതൽ മിക്കവാറും ആ ബ്രഷ് ചോദിക്കും. ബ്രഷ് വേണമെന്ന് പറയും. ബ്രഷ് ചെയ്യാൻ ബ്രഷ് വേണമെന്ന് പറയും. സോ നമ്മൾ അവനെ ബ്രഷ് വെച്ച് ചെയ്യിപ്പിക്കാം. ഫസ്റ്റൊക്കെ സാധാരണ ബ്രഷ് വെച്ച് ബ്രഷ് ചെയ്യിപ്പിക്കാം. അത് കുഞ്ഞിലേക്ക് തന്നെ ശീലിപ്പിച്ച് കൊണ്ടുവരാം. നമ്മൾ അവർ റോൾ മോഡൽ ആക്കാനായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മള് രാവിലെയും ബ്രഷ് ചെയ്യുക, ഈവനിങ് ബ്രഷ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളും. സോ ടീച്ചേഴ്സ് ആൻഡ് അതർ അഡൾട്ട്സ് will collaborate with them can show good habits in school, particularly in using toilet, washing hands before and eating something, etc. അപ്പൊ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാം. അത് ചെറിയ ടാസ്ക് ആണ്. കാരണം ചെറിയ കുട്ടികളൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അവരുടെ ആ ഒരു പ്രായത്തിൽ നിന്ന് മാറ്റിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അത് പക്ഷെ നമ്മൾ ശീലിപ്പിച്ചാലേ അത് ശരിയാവുള്ളൂ. നമ്മളപ്പോ നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം? ടോയ്ലറ്റിംഗ് ഹാബിറ്റ്സ് എന്ത് ചെയ്യണം? ശീലിപ്പിക്കണം. അതേപോലെ അവരുടെ കൈ വാഷ് ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോ 3-5 പ്രാവശ്യം ചോദിക്കാന്ന് വിചാരിക്കും, വാഷ് ചെയ്തോ ഹാൻഡ്, കൈ കഴുകിയാവും എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ 3-4 ദിവസം കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് കഴുകിയിട്ട് വന്നിരിക്കും. ഭക്ഷണം എടുക്കട്ടെ, ഭക്ഷണം കഴിക്കാമെന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്ത് വാഷ് ചെയ്തിട്ട് വന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരും വാഷ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. നമ്മളത് ശീലിപ്പിച്ചാൽ മതി. നമ്മളവരോട് ശീലിപ്പിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ എന്ത് ചെയ്തോളും? അക്യൂർ ചെയ്തോളും. ഓക്കെ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പേഴ്സണൽ ഹൈജീനിക് ആണ്. വ്യക്തി ശുചിത്വം അല്ലെ? പേഴ്സണൽ ഹൈജീനിക്കിന് വ്യക്തി ശുചിത്വം നല്ല ആരോഗ്യം സംഭാവന ചെയ്യുന്ന വ്യക്തിഗത പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? പേഴ്സണൽ ഹൈജീനിക് എന്ന് പറയുന്നത്. ഒരു വ്യക്തി എങ്ങനെയാ എന്താ പറയാ ഹൈജീനിക് ആയിട്ട് ഇരിക്കാന്ന് പറഞ്ഞാല് ആ വ്യക്തി 2 നേരം കുളിക്കണം, ബ്രഷ് ചെയ്യണം, അതേപോലെ നഖങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കി അല്ലെങ്കിൽ അഴുക്കുകളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം. ഇടയ്ക്ക് മുടിയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? മുറിക്കണം. ഈ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ വളർത്തിട്ട് വരില്ലേ? അവർക്കൊരു വൃത്തിയില്ലാന്നാ പറയാ. അങ്ങനെ ഒന്നും പറയിപ്പിക്കരുത്. പിന്നെ കൈ കഴുകണം, കുളിക്കൽ, ഇതെല്ലാം എന്ത് വരും? പേഴ്സണൽ ഹൈജീനിക്കിന്റെ ആ ഒരു റോളിൽ വരാറുണ്ട്. വ്യക്തി ശുചിത്വവും പാലിക്കുന്ന വ്യക്തിപരവും സാമൂഹികവും മാനസികവും ആരോഗ്യവും മുതലായ നിരവധി കാരണങ്ങളുടെ പ്രാധാന്യമാണ്. വെറുതെ പറഞ്ഞതാ. പേഴ്സണൽ ഹൈജീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഹൈജീൻ, അതേപോലെ തന്നെ ഫിസിക്കൽ ഹൈജീൻ, എല്ലാത്തിന്റെയും ഒരു ബേസ് എന്താണ്? ഹൈജീൻ ആണ്. എന്താണ്? ശുചിത്വമാണ്. നമ്മൾ ശരിയായ ശുചിത്വമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മള് പെട്ടെന്ന് എന്ത് ചെയ്യും? അസുഖങ്ങൾ വന്ന കുട്ടിയാണെന്ന് വിചാരിക്കും. അവനോട് ചോദിക്കാം, നീ എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കാറ്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ കൈ വാഷ് ചെയ്യാറുണ്ടോ? അവൻ പറയാ ഇല്ല. നീ പുറത്തു പോയി കളിച്ചതിന് ശേഷം വരുമ്പോ കൈ വാഷ് ചെയ്യാറുണ്ട്. അപ്പൊ അവനതും പറയാ ഇല്ലില്ല, ഞാൻ എന്തിനാ വാഷ് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം. നീ അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? വയ്യാഴിക വന്നത്. അത് നമുക്ക് എന്ത് ചെയ്യണം? അത് വയ്യാഴിക വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഹെൽത്തി ഹാബിറ്റ്സുകൾ ഫോളോ ചെയ്യണം. അപ്പൊ രോഗങ്ങളും അണുബാധകളും പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം.
നമ്മളുടെ ചുറ്റുപാട് നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യണം, രോഗങ്ങൾ എന്ത് ചെയ്യണം, തുറച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യണം, നല്ല വൃത്തിയിലൂടെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് അതേപോലെ പേഴ്സണൽ ഹൈജീനും വേണം, സറൗണ്ടിങ് ഹൈജീനും വേണം. വ്യക്തി ശുചിത്വം എന്നാൽ മോശം ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവർത്തികളും എന്ത് ചെയ്യാം, ഒഴിവാക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് മോശം ആരോഗ്യത്തിലേക്ക് ഒരു വ്യക്തിനെ നയിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഹാബിറ്റ്സ് ഒന്നും ഫോളോ ചെയ്യാതെ ആ വ്യക്തിനെ മോശമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് നയിക്കും. ഓക്കെയാണ്. പിന്നെ എന്തൊക്കെയാണ്? ഡ്രിങ്കിങ് ഹാബിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾസ്, അതേപോലെ സ്മോക്കിംഗ്, യൂസിങ് ഡ്രഗ്സ്, ഇതെല്ലാം മോശമായ ആരോഗ്യത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന പ്രവർത്തനങ്ങളാണ്. അതേപോലെ നമുക്കറിയാം ഒരുപാട് സ്നാക്സുകള്, അതേപോലെ എന്താണ് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകള്, പ്രോസസ്ഡ് ഫുഡ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വ്യക്തി ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് പേഴ്സണൽ ഹൈജീൻ നോക്കാം. The human body can provide place for disease causing germs and parasites to grow and reproduce. നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് ആണ് അസുഖങ്ങൾക്കും അതേപോലെ അതിന്റെ ജേംസിനും പാരസൈറ്റ്സിനൊക്കെ വളരാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ജേംസോ പാരസൈറ്റ്സോ പുറത്തുനിന്നുള്ള ഒരു ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം, ക്ലീൻ ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കണം. These places include the skin and in and around the opening of the bodies. അപ്പൊ നമ്മുടെ സ്കിന്നായാലും ഓപ്പണിങ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയുടെ ഓപ്പണിങ്സ്, അതെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്യാം. ഞാൻ കാര്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ ബോഡിയിൽ ഏറ്റവും മോശം ഓർഗൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ? ഏത് ഓർഗൻ? വായയാണ്. ശരിയാണ്, വായയിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്താ പറയാ, ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് വായയില്ല. കാരണം നമ്മളിപ്പോ അതുകൊണ്ടാണ് രാവിലെ മോർണിംഗ് എഴുന്നേൽക്കുമ്പോ തന്നെ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, വെള്ളമോ എന്ത് ഭക്ഷണമായാലും കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് അസുഖങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് നമ്മളെ പറ്റും. It is less likely that germs and parasites will get inside the body if you have good personal hygienic habits. നമുക്ക് പേഴ്സണൽ ഹൈജീനിക് ഹാബിറ്റ്സ് ഇല്ലാത്ത പക്ഷം നമ്മുടെ ബോഡിയിലേക്ക് ഈ പറഞ്ഞ പാരസൈറ്റ്സും ജേംസും എന്ത് ചെയ്യും, നമ്മുടെ ബോഡിയിലേക്ക് കയറി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബാധിക്കും, നമുക്ക് അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കുട്ടികൾ. ഒട്ടും ഇമ്മ്യൂണിറ്റി ഇല്ല, കാരണം അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്. കമ്പാരിറ്റീവ്ലി മുതിർന്നവരെ അപേക്ഷിച്ച് ഇമ്മ്യൂണിറ്റി ആർക്ക് കുറവാണ്? കുട്ടികൾക്ക് കുറവാണ്. ഓക്കെ, കുട്ടികൾക്ക് കുറവായതുകൊണ്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കണം, കൂടുതൽ കെയർ കൊടുക്കണം. അപ്പൊ അവരോട് പേഴ്സണൽ ഹൈജീനിക് ഹാബിറ്റ്സ് എന്ത് ചെയ്യാൻ പറയണം, ഹൈജീനിക് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറയണം. Personal hygiene may be described as the principles of maintaining neatness and grooming of the external body. നമ്മുടെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ ബോഡി നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് നല്ല ഒരു നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നമ്മുടെ ബോഡി എക്സ്റ്റേണൽ ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യേണ്ട ആളാണെന്ന് വിചാരിക്കും. അയാൾ ഈ മുടിയൊന്നും ചെയ്യാണ്ട്, താടിയൊന്നും ഷേവ് ചെയ്യാണ്ട്, ഡ്രസ് ഒന്നും പ്രോപ്പർ ആയിട്ട് അയൺ ചെയ്യാണ്ട് കമ്പനിയിലേക്ക് വരികയാണ്. ആ സമയത്ത് ആ ഒരു ആളോട് നമുക്ക് എങ്ങനെയായിരിക്കും ഇംപ്രഷൻ ഉണ്ടാവാം? ബാഡ് ആയിരിക്കും, ഗുഡ് ആയിരിക്കും? തീർച്ചയായിട്ടും ബാഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു വ്യക്തി, അദ്ദേഹത്തിന് അക്കൗണ്ടിലൊന്നല്ല, സാധാരണ ഒരു ക്ലർക്കാണ്. നല്ല രീതിയിൽ മുടിയൊക്കെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തു, ഷേവ് ഒക്കെ ചെയ്തു, നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്തു, ഇൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ചപ്പൽസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്നൊരു വ്യക്തിയോട് നമുക്ക് നല്ലൊരു ഗുഡ് ഇംപ്രഷൻ ആയിരിക്കും നമുക്ക് തോന്നാം.
റെസ്പെക്ട് തോന്നും. കാരണം എന്താണ്, ഒരു വ്യക്തിനെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മള് സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പാരന്റ്സിന്റെ രീതിയിലാണെങ്കിൽ പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതല്ല നമ്മുടെ ക്ലാസ്സിലത്തെ കുട്ടികളാണെങ്കിൽ, നമ്മുടെ ടീച്ചേഴ്സിന്റെ കുട്ടികളാണെങ്കിൽ മറ്റുള്ള ടീച്ചേഴ്സ് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. നമ്മുടെ ക്ലാസ്സിലെ കുട്ടി മാത്രം അവനിങ്ങനെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ എല്ലാപ്പോഴും ഇട്ടിട്ട് വരികയാണ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കാം. അത് എന്തെങ്കിലും പരിഹാരം നമുക്ക് കഴിയുന്നതാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യാം, പരിഹാരം കാണാനായിട്ട് ശ്രമിക്കാം. ചിലപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും, വാഷ് ചെയ്യാനായിട്ട് ആരുമില്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ പഴയ യൂണിഫോം ആയിരിക്കും. അത് എന്താണോ പ്രശ്നം ചിലപ്പോ ഒരു യൂണിഫോം മാത്രമുള്ള കുട്ടിയായിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് അല്ലെ അങ്ങനെ ഉണ്ടാവല്ലേ, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനും നോക്കണം. അപ്പൊ നമ്മളുടെ കുട്ടികൾ നമ്മൾ നീറ്റായിട്ട് വേണം നമ്മുടെ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ആയിരിക്കണം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോകുക എന്നുള്ളത് നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതേപോലെ പാരന്റ്സ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്വന്തം മക്കള് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോകുന്നതെന്നുള്ളത് നമ്മളെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പേഴ്സണൽ ഹൈജീനിക് ഈസ് ആസ് ഇറ്റ് സേസ് പേഴ്സണൽ. പേഴ്സണൽ ഹൈജീനിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുന്നത് വെച്ചാൽ വ്യക്തിഗതമാണ്. ഒരു വ്യക്തിനെ സംബന്ധിച്ചിരിക്കും, ഇൻഡിവിജ്വലി ആണ്. ഞാൻ ഹൈജീനിക് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ സൊസൈറ്റി നന്നാവും എന്നൊക്കെ പറയുന്ന പോലെ എന്താ പറയാ, ഒരു വ്യക്തി നന്നായാൽ ഒരു ഫാമിലി മൊത്തം ഏകദേശം നല്ലൊരു ലൈഫിലേക്ക് വരും. അതേപോലെ തന്നെയാ ആ സൊസൈറ്റിയും അതേപോലെ വരും. ഒരു നല്ലൊരു വ്യക്തിയുള്ള ഒരു വീടാണെങ്കിൽ ആ വീട്ടിലെ ബാക്കി എല്ലാ മെമ്പേഴ്സും അവിടെ എന്ത് ചെയ്യും, ഇമിഡിയറ്റ് ചെയ്യും. നല്ല ഹാബിറ്റ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ഇപ്പൊ ഫാദറിന് അല്ലെങ്കിൽ അച്ഛന് നല്ല ഹെൽത്തി ഹാബിറ്റ്സ് ആണെങ്കിൽ മക്കളും അതന്നെയല്ലേ ശീലിക്കുള്ളൂ, അതേപോലെ തന്നെ ഫോളോ ചെയ്യും. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. എവരിബഡി ഹാസ് ദെയർ ഓൺ ഹാബിറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ദേ ഹാവ് ബീൻ തോട്ട് ഓർ ദേ ലേൺ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഒരുപാട് ഹാബിറ്റ്സും സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടു പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുള്ള ഒരുപാട് ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ബേസിക്കലി ദ പ്രൊമോഷൻ ആൻഡ് കണ്ടിന്യൂസ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഇതെല്ലാം നമ്മുടെ ഒരു ഗുഡ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാനും അത് കണ്ടിന്യൂ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഫോർ പ്രോപ്പർ ആൻഡ് ഓർഗനൈസ്ഡ് വർക്കിംഗ് ഓഫ് ദ ബോഡി. നമ്മുടെ പ്രോപ്പർ ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മുടെ ബോഡി വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് ഗുഡ് പേഴ്സണൽ ഹൈജീനിക്. സോ നമ്മൾ ഗുഡ് പേഴ്സണൽ ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ത്രൂ പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഡെവലപ്പ് ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻസ്. ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളിൽ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഹൈജീനിക് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ ഇന്നിപ്പോ എടുത്ത പോർഷൻ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. റോൾ ഓഫ് സ്കൂൾസ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു എല്ലാവരും. ഇല്ല മിസ്സേ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ, വായിച്ചു.
ഫിനിഷായി. ഓക്കെ, ഡൗട്ട് ഒന്നും ചെയ്യാലോ? ഏകദേശം നമ്മൾ കോമൺ ആയിട്ട് ഇത്തിരി ലോങ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പറഞ്ഞിട്ട് തന്നെ ഈസി സെന്റൻസ് ആണ്, വായിക്കുമ്പോ മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു മീനിങ് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി നോട്ട് ചെയ്യുന്നത്. ഇതിനുള്ളിൽ നിന്നുള്ള ഒരു മീനിങ് ഉണ്ടല്ലോ, ആ ഒരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടോപ്പിക്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ടോപ്പിക് കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ. ഇനി എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നുള്ളത്? ഹാബിറ്റ് ഓഫ് ക്ലീൻനെസ്. നമ്മള് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഒരു കുട്ടി പേഴ്സണലി എന്താണ് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ അവനെ പഠിപ്പിക്കണം. ദെൻ ക്ലീൻ ദ ബോഡി സ്കിന്ന്. നമ്മൾ ബോഡി പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, ക്ലീൻ ചെയ്യാനായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നമുക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനൊക്കെ അത് നമുക്ക് ട്രെയിൻ ഒക്കെ ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ചെറുപ്പത്തില് നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ബോഡി വാഷ് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് എന്റെ ടീച്ചർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ല. തന്നിട്ടില്ലേ? ഞാൻ ചിലപ്പോ എന്റെ ടീച്ചർ മഠത്തില ഞങ്ങൾ പഠിച്ചത്. അപ്പൊ എങ്ങനെയാണ് ബോഡി വാഷ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്. അതേപോലെ അവിടെ പറഞ്ഞു കൊടുക്കും. അവര് സ്വയം ചെയ്യണ്ടല്ലേ. കുട്ടികള് നമ്മളെ വീട്ടില് പാരന്റ്സ് നോക്കുമല്ലോ, കുറച്ച് വലുതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നീറ്റ്നെസ് ഓഫ് ഹെയർ, നെയിൽ, ഫിംഗർ, ടീത്ത്. എങ്ങനെയാണ് ഹെയർ പശുത്തേക്ക് ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും പിൻ ചെയ്തിട്ട് വന്നില്ലെങ്കിൽ പണിഷ്മെന്റ് ആണ്. ഭയങ്കരമായിട്ട് പണിഷ്മെന്റ് പുറത്തൊക്കെ നിർത്തും. അതേപോലെ നമ്മള് ചെറുപ്പത്തിലൊന്നും നെയിലൊന്നും വളർത്തിയിട്ടേ ഇല്ല. ചെറുപ്പത്തിൽ നിന്നല്ല, കുറെ ഏജ് ആവുന്നവരെ നെയിലൊന്നും, സാധാരണ ടീനേജിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിള്ളേര് എത്രയൊക്കെ വളർത്തൂലേ, അതേപോലെ വളർത്തിയിട്ടേ ഇല്ല. പേടിയാണ്. ചെറുപ്പത്തിൽ അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നതുകൊണ്ട് നമുക്ക് പേടിയാണ്. അതേപോലെ ഫിംഗേഴ്സ് ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നത്. ടീത്ത് ബ്രഷ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദ്യം ഞങ്ങളുടെ ടീച്ചേഴ്സ് ഡെമോ പോലെ കാണിച്ചതും, ഇങ്ങനെ ടീത്ത് ഇങ്ങനെ ബ്രഷ് ചെയ്യണം, അത് മുകളിൽ എങ്ങനെയാ വാഷ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ പറഞ്ഞത്. അതേപോലെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ബ്രഷും ടൂത്ത് പേസ്റ്റും ഒക്കെ തരുള്ളൂ. എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും. അന്ന് അത്രയും ഡെവലപ്ഡ് വെച്ചാല് എന്റെയൊക്കെ ചെറുപ്പത്തിൽ അത്രയും ടേസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല. സാധാരണ മുമ്പൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഇതായിരുന്നു പലപ്പൊടിയാ, ഉമിക്കിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബ്രഷ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ അവിടുന്ന് വരുമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഷ് പേസ്റ്റ് ഒക്കെ ഇട്ട് വരും. കാരണം നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർ തന്നെതാ. അപ്പൊ അതുകൊണ്ട് വരുമ്പോ ഭയങ്കര വലിയ എന്താ പറയാ, വലിയ സംഭവമാണ് ഇത്. ബ്രഷാണ്, പേസ്റ്റ് ആണ്, വലുതല്ല, എന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പൊ അത് ഭയങ്കരമായിട്ട് അന്ന് അവർ കണ്ടിട്ടില്ല, അതിന്റെ പേര് കണ്ടിട്ടില്ല. നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമില. ടീച്ചർ എത്ര വർഷം അവിടെ പഠിച്ചത്? 4 വർഷം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാൻ പറ്റിയില്ലേ? പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനിപ്പോ എങ്ങനെയാണോ എന്ന് ഉള്ളത് ബിൽഡ് ചെയ്ത്, ആ സമയത്ത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര വിഷമമൊക്കെയായിരുന്നു. പക്ഷെ ഇഷ്ടമല്ലായിരുന്നു, ഒട്ടും പഠിക്കുന്നവരോട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഭൂരിഭാഗം കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചു. സാധാരണ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനായിട്ട് പഠിച്ചു. അത് നമ്മൾ പഠിപ്പിച്ചു തരാണ് അവര്. ആ കാര്യങ്ങളെല്ലാം എങ്ങനെയൊക്കെ ചെയ്യണം. ഇപ്പോഴും ടീച്ചറെ ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ പാരന്റ്സ് കുട്ടികളോട് എങ്ങനെയാണ് ഭയങ്കര ലാളനയും ഭയങ്കര സ്നേഹമാക്കിയ എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. അതൊക്കെ കാണുമ്പോൾ ഞാൻ എന്റെ മക്കളെ അങ്ങനെ ചെയ്യിപ്പിക്കില്ല. പക്ഷെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അത് സമ്മതിക്കില്ല, പറഞ്ഞിട്ടില്ല. അവര് സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ ഇയർ, അതേപോലെ ഐ, നോസ്, തോട്ട്, ഇതൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതെന്നുള്ളത്. ഇയർ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? ഇയറിൽ ബഡ്സ് ഒന്നും ഇടാൻ പാടില്ല. നിങ്ങൾക്ക് അതറിയോ? ബഡ്സ് ഒന്നും ഇട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ ഒന്നും ബഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെവിയിൽ ഇടാൻ പാടില്ല. അതേപോലെ ഹാർഡ് ആയിട്ടുള്ള ഒന്നും ചെവിയിലേക്ക് ഇടണ്ട. ചെവിയിൽ ഇപ്പൊ നമ്മൾ കാണുന്ന വാക്സ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ചെവിയിൽ നല്ലതാണ്. അതിനൊരുപാടുണ്ടെങ്കിൽ അത് തനിയെ പുറത്തേക്ക് വന്നോളും. അപ്പൊ നമുക്ക് ചെവിയിൽ ഇങ്ങനെ വെറുതെ എടുത്ത് കളഞ്ഞാൽ മതി. അല്ലാതെ ബഡ്സ് ഒന്നും ഇട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. കാരണം ബഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് ഇയർ ഡ്രംസിന് കംപ്ലൈന്റ് വരും. നമ്മൾ ഇടുമ്പോ നമുക്ക് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ കുട്ടികളുടെയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അവർ ഇയർ ഡ്രംസിനൊക്കെ അത് കംപ്ലൈന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ
ക്ലീൻ ചെയ്യരുത്. പിന്നെ നമ്മുടെ കണ്ണ് എങ്ങനെയാ സൂക്ഷിക്കുക, ആരോഗ്യമായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം? ഫോണിന്റെ യൂസേജ്, അതേപോലെ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യണത് കുറയ്ക്കാം. കുറയ്ക്കാന്ന് വെച്ചാല് ഒരു ലിമിറ്റ് വെക്കാം. നമ്മൾ ഒരുപാട് ടൈമിൽ ഇതിൽ തന്നെ നോക്കിയിരിക്കരുത്. അതേപോലെ നമ്മള് കണ്ണൊക്കെ ഇടയ്ക്ക് വാഷ് ചെയ്യുക. നല്ല തണുത്ത വെള്ളത്തിൽ എന്ത് ചെയ്യുക, കണ്ണൊക്കെ നന്നായിട്ട് കഴുകാം. നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കണ്ണിനൊക്കെ ഒരു കുളിർമ തോന്നും, ഒരു നല്ലൊരു ഫീൽ തോന്നും. അതേപോലെ ഇപ്പൊ എന്താ പറയാ, നമുക്ക് ഭയങ്കര കണ്ണൊക്കെ വേദന എടുക്കുകയാണെങ്കിൽ നനഞ്ഞ തുണിയിട്ടല്ലോ, നനഞ്ഞ തുണി കുറച്ച് നനഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമാണ്. അപ്പൊ കണ്ണിന് കുറച്ച് കൂളാക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. നോസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തോട്ട് നന്നായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോട്ടിനും ഹെൽത്ത് നോക്കാം. നമ്മൾ ഒരുപാട് തണുപ്പത് അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ളതൊന്നും കഴിക്കാതിരിക്കാം. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോന്നില്ല, അറിഞ്ഞൂടാ. കഴിഞ്ഞ ദിവസം തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര തൊണ്ടവേദനയായിരുന്നു കഴിഞ്ഞ വീക്കൊക്കെ. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോട്ട് ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു അതിന്റെ ഭാഗമായിട്ട് ചെവി വേദന എടുക്കണം, ഭയങ്കര ചെവി വേദന. ഞാൻ വിചാരിച്ചു എന്റെ തോട്ട് ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ, ചെവിക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചു. പക്ഷെ എന്താണ്, തോട്ടിയുടെ ഇൻഫെക്ഷൻ എങ്ങനെ ചെവിയിലേക്ക് പോയിരിക്കല്ല, ഇയറിലേക്ക് ഇൻഫെക്ഷൻ വന്നിരിക്കുന്നതാ. ഞാൻ ഡോക്ടറോട് വിളിച്ചപ്പോൾ ഡോക്ടറിന് ഇതൊക്കെ കണക്റ്റഡ് ആണ്. നമ്മുടെ ഈ നോസ്, തോട്ട്, അതേപോലെ ഇയറൊക്കെ എന്താണ് ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഭയങ്കരമായിട്ട് കഫക്കെട്ടും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അത് തോട്ട് ഇൻഫെക്ഷനും ഇയർ ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ ഒരുപാട് ചുമക്കൊക്കെ ചെയ്യുന്നില്ല, അതും ഇയർ ഇൻഫെക്ഷൻ വരാൻ കാരണമാവും. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇതൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. തോട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ഫുഡ് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നമ്മളത് ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒഴിവാക്കുക. എന്നിട്ട് നമ്മൾ നല്ല റൂട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ക്ലോത്തിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു വ്യക്തിനെ പ്രസന്റ് ചെയ്യാന്ന് വിചാരിക്കുക. നമ്മള് ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളുകളിലേക്ക് ടീച്ചിങ്ങിന് വേണ്ടി പോവാണ്, ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പോകേണ്ടത്? നിങ്ങൾ ആ ഒരു സമയത്ത് അവർ ആ ഫസ്റ്റ് കാണുന്ന ലുക്കിൽ നിങ്ങളോട് ഇംപ്രഷൻ തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലോത്തിങ്ങിലാണ്, ഡ്രസ്സിങ്ങിലാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ വേ ഓഫ് സ്റ്റൈലാണ് അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു നല്ലൊരു ടീച്ചറിന്റെ ലുക്കിലാണ് പോണെങ്കിൽ ദെൻ അവരെന്ത് ചെയ്യും, അവിടെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, അവർ ആ ടീച്ചിങ്ങിന്റെ ആ ഒരു സ്റ്റൈല്, പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അങ്ങനെ എടുക്കും. അപ്പൊ നമ്മൾ കുട്ടികള് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എല്ലാ സ്ഥാപനങ്ങളും സ്കൂളുകളാണെങ്കിലും നല്ല രീതിയിൽ വേണം അവർക്ക് കുട്ടികളൊക്കെ എന്ത് ചെയ്യാനായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ കുട്ടിയും നല്ല ക്ലീറ്റും നീറ്റും ആയിട്ടുള്ള ഡ്രസ്സുകൾ വിയർ ചെയ്യാനായിട്ട്. അതേപോലെ സീസണൽ ആയിട്ടുള്ള ക്ലോത്തുകൾ വാങ്ങിക്കാം. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് സീസണൽ ആയിട്ടുള്ള ക്ലോത്തുകൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പാരന്റ്സ് ചെയ്യാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ സീസൺ അനുസരിച്ച് ഇപ്പൊ കുറച്ച് കനമുള്ള ടൈപ്പ് അല്ലെങ്കിൽ എന്താ പറയാ സ്വെറ്റർ ടൈപ്പ് ഡ്രസ്സാണ് കുട്ടികൾ രാത്രി വിയർ ചെയ്യുന്നത്. ചൂടിന്റെ സമയത്തായിരുന്നെങ്കിൽ അപ്പൊ നമ്മൾ എന്തായിരുന്നു, കോട്ടൺ ടൈപ്പ് ആയിരുന്നു ഡ്രസ്സ് ഇടിച്ചിരുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികൾക്ക് കൊടുക്കുക. അതേപോലെ ഈ ക്ലൈമറ്റിക് ചേഞ്ചിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്യാം. കാരണം എന്താണ്, നല്ല ക്ലൈമറ്റിക് ആയിട്ട് നമുക്ക് ഒരുപാട് ചൂട് തോന്നാൻ പാടില്ല, ഒരുപാട് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തണുപ്പ് അടിക്കാത്ത രീതിയിലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീഡിയം റേഞ്ചിലുള്ള ഡ്രസ്സുകൾ എന്ത് ചെയ്യാം, വിയർ ചെയ്യിപ്പിക്കാം. ദെൻ ഹാൻഡ് കർച്ചീഫിന്റെ യൂസ്, നമ്മളിപ്പോ ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ക്ലാസ് ആണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു തുമ്മലോ ജലദോഷമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചുമയൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഇരുന്ന് ചുമക്കാണ് കൈപോലെ യൂസ് ചെയ്യാൻ ചുമക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നോക്കിക്കോ ക്ലാസ്സിലെ ബാക്കി എല്ലാ കുട്ടികൾക്കും അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഈ കുട്ടി ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, കൈ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഷർട്ടിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ചുമക്കണമെങ്കിൽ ആ ബാക്കിയുള്ള കുട്ടികൾക്ക് അസുഖം വരാനുള്ള ചാൻസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കൂളുകൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. നോക്കാം നമുക്ക്. The habits of cleanliness. Habit once formed become a part of personality of the child. നമ്മളൊരു ശീലം ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് പേഴ്സണാലിറ്റി ആയിട്ട് ഒരു കുട്ടിയാണ് ശീലം ശീലിക്കണമെങ്കിൽ അവന്റെ പേഴ്സണാലിറ്റി ആയിട്ട് അത് മാറും. So they must learn good habit from the period of being young. ചെറിയ കാലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗുഡ് ഹാബിറ്റ്സ് ശീലിച്ചു തുടങ്ങണം. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും,
വലുതായി കഴിഞ്ഞാലും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വലിയൊരു ക്വസ്റ്റിനോട് പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കേസിലുള്ള ആൾക്കാരോട് കാര്യം പറയാണ്, ഇങ്ങനെ ചെയ്യരുത്, ഇത് ബാഡ് ഹാബിറ്റ് ആണ് പറഞ്ഞാൽ ഓ ആദ്യം ചിലപ്പോ എന്നാ ഓക്കെ ഞാൻ വാഷൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പോയി വരുമ്പോൾ തന്നെ കൈയൊക്കെ കഴുകുക എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് നമുക്ക് ആദ്യം വീട്ടിലേക്ക് വരുമ്പോ കൈയൊക്കെ വാഷ് ചെയ്യണം എന്ന് പറയുമ്പോ അയ്യോ എന്തിനാണ്, അയ്യോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു നമുക്ക് വന്നത് അല്ലെ. കൈ വാഷ് ചെയ്യണം, ഞാൻ എന്തിനാണ് പുറത്തു പോയി വന്നല്ലേ ഉള്ളൂ, ഞാൻ ഇങ്ങനെ കൈ വാഷ് ചെയ്യണേന്ന് കണ്ടുവച്ചു. പിന്നെ കൊറോണ കുറച്ച് കൂടി എന്റെ റിസ്കും കോംപ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ നമ്മൾ എന്താണ് കൈ വാഷ് ചെയ്യും, ബോഡി വാഷ് ഹാൻഡ് വാഷ് ഇട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യണു, സാനിറ്റൈസർ അടിക്കുന്നു. നമ്മൾ മേലൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ പേടിയാണ്, അസുഖം വരുമെന്നുള്ള പേടിയോട് നമ്മൾ അങ്ങനെയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കൊറോണ വന്നതുകൊണ്ട് കുറെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലീൻനെസ് ആൾക്കാരിൽ വന്നു. അപ്പൊ നമ്മൾ എന്താ പറയാ, വാഷ് ചെയ്യുന്ന കാര്യം തന്നെ ഹാൻഡ് വാഷ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് കൂടുതലായിട്ട് തുടങ്ങിയത് കൊറോണ വന്നതിന് ശേഷമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ തൊട്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും ഹാൻഡ് വാഷ് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത്. അതൊരു ശീലമാണ്. നമ്മൾ പുറത്ത് പോയപ്പോൾ എന്ത് അഴുക്കുകളാണെങ്കിലും വീട്ടിൽ കയറുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യാം, കഴുകി കളഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാം. കാരണം വീട്ടിലാവുമ്പോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. അതേപോലെ സ്കൂളുകളിലും എന്ത് ചെയ്യാം, ഈ പ്ലേ ടൈം കഴിഞ്ഞിട്ട് കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവരോട് പറയാൻ നല്ല രീതിയിൽ കൈയും കാലൊക്കെ വാഷ് ചെയ്ത് എന്നിട്ട് വേണം ക്ലാസ്സിലേക്ക് കയറാൻ. അപ്പൊ അവരെന്താണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ദേ മസ്റ്റ് ലേൺ ഗുഡ് ഹാബിറ്റ് ഫ്രം ദ പീരിയഡ് ഓഫ് ബീങ് യങ്. ദ ടീച്ചേഴ്സ് ഷോ ദ ക്ലീൻ ആൻഡ് tidy that itself affect the habits of the student. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുക, വ്യക്തമാക്കി പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ ഗുഡ് ഹാബിറ്റ്സ് ആണ്, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന്. ചെറുപ്പത്തിൽ ചെറിയ പ്രായത്തിൽ ടീച്ചേഴ്സ് പറയണത് നമ്മൾ അനുസരിക്കാനായിട്ട് താല്പര്യം കാണിക്കാറുണ്ട്. പിന്നെ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ടീച്ചർ പറയണൊക്കെ ശ്രദ്ധിക്കാറൊന്നുമില്ല. നമ്മൾ ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരനുസരിക്കും. Clean body skin. It is the surface is not yet clean. It will not able to check the influence of germ. നമ്മളുടെ സ്കിന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. So teachers should highlight the significance of clean the body, skin and outer surface of the body. നമ്മുടെ ബോഡി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. നമ്മൾ എന്താ പറയാ അൺട്രാൻസ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ എന്തെങ്കിലും കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവർ ആ ശീലങ്ങൾ എന്തെങ്കിലും ശീലിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് ടീച്ചേഴ്സ് തന്നെ കുട്ടികളുടെ ഈ ക്ലീനിങ് ദ ബോഡിയുടെ ഒരു ഇമ്പോർട്ടൻസ്, സ്കിന്നിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് അവർ മനസ്സിലാക്കി കൊടുക്കണം. നീറ്റ്നെസ് ഓഫ് ഹെയർ, നെയിൽ, ഫിംഗർ, ടീത്ത്. These parts of our body should be maintained cleaning by washing. നമ്മൾ ഹെയർ ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കോംബ് ചെയ്ത് കൊടുക്കണം. കോംബിങ്, കട്ടിങ്, ദെൻ ബ്രഷിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്ലീൻനെസ് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. എന്ത് പറ്റി ശരണ്യ? മനസ്സിലാവുന്നില്ലേ? അറിയാതെ വന്നായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഹെയറും നെയിലും ഫിംഗറും ടീത്തും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ഹെയർ ഒക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കോംബ് ചെയ്യാം, കോംബ് ചെയ്യാം. അതേപോലെ നെയിലൊക്കെ എന്ത് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ലിമിറ്റ് വെച്ച് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാം. ദെൻ ഫിംഗേഴ്സ് ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വാഷ് ചെയ്യാം. ദെൻ ടീത്ത് എന്ന് പറയുമ്പോൾ ബ്രഷ് ദിവസം 2 നേരം എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ഇയർ, ഐ, നോസ്, തോട്ട്. ഇപ്പൊ ഇയറും ഐ നോസും തോട്ടും എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാം നോക്കാം കേട്ടോ. ഇയർ ബീയിങ് one of the most important organ of the body should be cared for, and any defects or injury in the ear should immediately brought to the notice of the doctor. നമ്മളിപ്പോ ചെവിയില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ, ചെവി വേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടറിനെ പെട്ടെന്ന് കാണാൻ നല്ലതായിരിക്കും. കാരണം ചെവിയിലെ റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് കേൾവി ശക്തിനെ ബാധിക്കും. കാരണം ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും, നമ്മൾ വിചാരിക്കാൻ സാധാരണ ഇൻഫെക്ഷൻ അല്ല, കുറച്ചു നാൾ കഴിയുമ്പോൾ മാറുന്നില്ല. പക്ഷെ അത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേൾവി ശക്തി തന്നെ അത് തകരാറ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കേൾവി ശക്തി തന്നെ തകരാറ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇയർ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ആന്റിബയോട്ടിക് എടുക്കാം. ഐ ഷുഡ് ബി വാഷ്ഡ് റെഗുലർലി വിത്ത് ക്ലീൻ വാട്ടർ. നല്ല ക്ലീൻ ആയിട്ടുള്ള വാട്ടർ വെച്ച് എന്ത് ചെയ്യാം, കണ്ണുകൾ എപ്പോഴും ഇടയ്ക്ക് കഴുകുക നല്ലതായിരിക്കും.
In the same time, the nose and throat are should kept clean. അപ്പൊ നമ്മൾ അതേപോലെ നോസും തോട്ട്സ് ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടിരിക്കാൻ നല്ലതായിരിക്കും. The throat is joined with the nose, ear and mouth. നമ്മൾ ഈ തോട്ട് എന്ന് പറയുന്നത് നോസും ഇയറും മൗത്ത് ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് തോട്ടിന് വല്ല ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നോസും മൗത്തും അതേപോലെ ഇയറിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ടൈപ്പ് ഫുഡുകളൊന്നും കഴിക്കാതൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ തോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു ഞാൻ കണ്ടുപിടിച്ചു അതെന്താന്ന്. ഞാൻ അധികം ഇങ്ങനെ തണുത്തതൊന്നും കഴിക്കാത്ത ആളാണ്. പക്ഷെ ഞാൻ അതിക്ക് മുന്നത്തെ ദിവസം എന്തോ ഒരു ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തോട്ടിന് ചെറിയ ഇൻഫെക്ഷൻ, ഒരു ചെറിയ സൗണ്ടിന് ചെറിയ പ്രശ്നമൊക്കെ തോന്നി. പക്ഷെ അത് കുറച്ച് കൂടി, തോട്ട് ഇൻഫെക്ഷൻ കൂടിയതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ക്ലോത്തിങ്. One puts different types of clothes according to various season. കുട്ടികളെ നമ്മൾ എപ്പോഴും പ്രാപ്തരാക്കേണ്ടത് അവർ സീസണബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ വെയർ ചെയ്യാൻ പഠിക്കണം. These should be clean and neat. സീസണബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഒരുപാട് വാങ്ങിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, അത് നീറ്റും ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് അവർ പഠിപ്പിക്കണം. These are the undergarments which are close to the body should also kept clean and tidy. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടർആർംസ് ഒക്കെ ഉണ്ടല്ലോ, ഗാർമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ നീറ്റും ക്ലീനും ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കണം. അതേപോലെ ഒരുപാട് ഇതൊന്നും പാടില്ല. അവർക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ യൂസ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ അത് ക്ലീൻ ആക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിട്ട് ഉണക്കാനായിട്ട് ശ്രമിക്കാം. The habits of being using hand kerchief. ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ്സ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ആലോചിക്കും എന്താണ് ഈ ഹാബിറ്റ്സ് ഓഫ് ഹാൻഡ് കർച്ചീഫ്, നമുക്ക് പറ്റുമോ, നമ്മളതൊരു പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും. നിങ്ങൾ അത് വേണ്ട, ഹാൻഡ് കർച്ചീഫ് കൊണ്ടുവരാൻ പറയണം. കുട്ടികളോട് എന്ത് പറയണം, കർച്ചീഫ് കൊണ്ടുവരണം. എല്ലാവരും നാളെ വരുമ്പോ എന്ത് ചെയ്യണം, കർച്ചീഫ് കൊണ്ടുവരണം. ഇപ്പൊ ഒരു കുട്ടിക്ക് ചുമയുണ്ട്, നമ്മള് നെക്സ്റ്റ് ഡേ കർച്ചീഫ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കർച്ചീഫ് വെച്ചിട്ട് ചുമച്ചോട്ടാടാ, അല്ലെങ്കിൽ ഇങ്ങനെ കർച്ചീഫ് വെച്ച് കാണിച്ചു കൊടുക്കാം. ദെൻ അവനത് എന്ത് ചെയ്യും, ശീലം അവൻ പഠിച്ചു. അവൻ ചെയ്യുന്നത് മറ്റുള്ള കുട്ടികൾ കണ്ടുപഠിക്കുകയാണ്. അപ്പൊ അവർക്കും ഇതേപോലെ ചുമയോ കുമ്മലോ ഒക്കെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും, ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യാൻ പഠിക്കും. We have to develop the habits of using hand kerchief in children. നമുക്ക് കുട്ടികളില് ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ്സ് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. They can use it while they are sneezing, coughing, etc. നമ്മൾ തുമ്മുകളും ചുമക്കുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോ ഈ കർച്ചീഫ് യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്പ് എ പേഴ്സൺ ടു കീപ് ഹിസ് ബോഡി ഹെൽത്തി ആൻഡ് കീപ് ഹിംസെൽഫ് ഫ്രീ ഫ്രം ഇൽനെസ്. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു വ്യക്തിനെ അസുഖങ്ങളൊന്നും ഇല്ലാതെ അസുഖങ്ങളിൽ നിന്നൊക്കെ ഫ്രീ ആക്കി ഹെൽത്തി ആക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. The health of an each individual is very required to build a healthy community. ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് നമ്മൾ വിചാരിക്കും അവനല്ലേ വയ്യാത്തത് എന്ന് വിചാരിക്കും. ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കമ്മ്യൂണിറ്റി, ഹെൽത്തി കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്കാണുള്ളത്. ആ ഒരു വ്യക്തി, ഒരു ഇൻഡിവിജ്വല് എന്താണ് നല്ല ഹെൽത്തി ഹാബിറ്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിനെ ഫോളോ ചെയ്യും ആ വീട്ടിലെ ഫാമിലി, ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം. അപ്പൊ തന്നെ ആ ഫാമിലി മൊത്തം എന്തായി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫാമിലി ആയിട്ട് അവന്റെ ചുറ്റുപാടുള്ള വ്യക്തികളും ഈ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് എന്ത് ചെയ്യാൻ നോക്കും, അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കും. സോ അങ്ങനെ ആ കമ്മ്യൂണിറ്റി മൊത്തം ആൾക്കാരും ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് വായിച്ചു നോക്കി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് പേഴ്സണൽ ഹൈജീനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്.
എല്ലാവരും വായിച്ചു കഴിഞ്ഞു? കഴിഞ്ഞു. ഓക്കെ. പിന്നെ ഇതുപോലത്തെ ഹെൽത്തി ഹാബിറ്റ്സുകൾ നമ്മൾ കുട്ടികളിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും പ്രാപ്തരാണല്ലോ. എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട, എങ്ങനെയൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് പേഴ്സണൽ ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതൊക്കെ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും എന്താ ഹൈജീനിക്കിനെ കുറിച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. പിന്നെ എന്തോ ആക്ടിവിറ്റി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ടൈപ്പുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ടൈം ഇല്ലാത്തതുകൊണ്ടാണ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ടൈം ഇല്ല. ടൈം ആയല്ലോ നമുക്ക്. ഈ യാവിംഗ് എന്ന് വെച്ചാൽ എന്താ? എന്താണ് ഫാത്തിമ? എനിക്ക് കേട്ടില്ലടാ, ഞാൻ പറയുന്നതിന്റെ ഇടയില്. യാവിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കഫിങ് സിറ്റിംഗ് ആണ് തോന്നുന്നത്. മിനിറ്റ് ട്ടാ, നോക്കിട്ട് പറയാം. ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മള് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താണ് ഇങ്ങനെ തുമ്മുമ്പോഴും അതേപോലെ ചുമയ്ക്കുമ്പോഴും ഒരുപാട് വാട്ടർ ഡ്രോപ്സുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളല്ലേ, ഒരുപാട് വാട്ടർ ഡ്രോപ്സ് ഒക്കെ പുറത്തേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അലറുമ്പോൾ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. കുട്ടികളിങ്ങനെ ഭയങ്കര സൗണ്ട് ഒക്കെ എടുത്ത് തുമ്മുമ്പോഴൊക്കെ പുറത്തേക്ക് വരുന്ന ആ ഒരു സംഭവമാണോ? അത് സീസിങ്ങും കഫിങ്ങും വരുന്നുണ്ട്. അതേപോലെ നമ്മളിങ്ങനെ ഒരുപാട് സൗണ്ട് ഒക്കെ എടുത്ത് വരുമ്പോൾ നമ്മുടെ വാട്ടർ ഡ്രോപ്സ് ഒക്കെ ഉണ്ടല്ലോ, വായിലുള്ള ഡ്രോപ്ലെറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, കർച്ചീഫ് യൂസ് ചെയ്യാന്നാ പറയുന്നത് കേട്ടോ. ചില സമയങ്ങളിൽ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും വരുന്ന സൗണ്ടിനെയാണ് പറയുന്നത്. അല്ലടാ, അത് അങ്ങനത്തെ സൗണ്ട് അല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അലറുമ്പോഴൊക്കെ നമ്മളിങ്ങനെ കുറച്ച് വാട്ടർ ഡ്രോപ്സ് ഒക്കെ പുറത്തേക്ക് പോയില്ലേ. ചിലവരിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, അലറുക. ഒരുപാട് ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും വാട്ടർ ഡ്രോപ്സ് ഒക്കെ നമ്മുടെ വായന്ന് ഓട്ടോമാറ്റിക്കലി. നമ്മളിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിലൊക്കെ നമ്മുടെ വായന്ന് ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് ഒക്കെ കൂടുതലായിട്ട് ഒരു സ്പ്രേ ചെയ്യണ പോലെ വരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കർച്ചീഫ് യൂസ് ചെയ്യാ എന്നാ പറയുന്നത്. എന്താണ് മനസ്സിലായില്ല? കോട്ടുവായി ഇടുക അതിനല്ലേ പറയണേ? കോട്ടുവായി ഇടുന്നാണ് ഞാൻ അത് കണ്ടപ്പോ ഫസ്റ്റ് അതാണ് വിചാരിച്ചത്. പിന്നെ ടീച്ചർ പറഞ്ഞപ്പോ ഞാൻ വേറെ മീനിങ് ഉണ്ടോ വിചാരിച്ചു. എനിക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ തോന്നിയത്. ഈ കോട്ടുവായി കർച്ചീഫ് ഉപയോഗിക്കണ്ടല്ലോ. ആണോ? ഈ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ കോട്ടുവായി ഇടുമ്പോ അവര് മൂക്ക് ചീറ്റുകയും ചുമക്കുകയും പിന്നെ അവര് വലിയ വായിൽ കരയുമ്പോ വായിൽ നിന്ന് തെറിക്കുന്ന അത് അങ്ങനെ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മളിങ്ങനെ കരയുമ്പോഴൊക്കെ അലറുന്ന സമയത്ത് കുട്ടികള് കരയുന്ന സമയത്ത് വായിൽ ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ്. ആ സമയത്ത് നമുക്ക് കർച്ചീഫ് യൂസ് ചെയ്യാം. അതാണ് എനിക്ക് കണക്ട് ചെയ്ത മീനിങ്, എനിക്ക് തോന്നിയ മീനിങ്. അത് ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ താങ്ക് യു, ടൈം ആയിട്ടുണ്ട്. താങ്ക്സ് ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും പോസ്റ്ററൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല കുട്ടികളായിട്ടൊക്കെ വരണം കേട്ടല്ലോ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു മിസ്.